എറണാകുളത്ത് നിന്നും വേളാങ്കണ്ണിയിലേക്കൊരു ട്രെയിൻ യാത്ര പോയാലോ? എങ്ങനെയുണ്ടാവും നോക്കാം. സൗത്തിൽ നിന്ന് യാത്ര തുടങ്ങിയതുകൊണ്ടാവാം ആദ്യം തന്നെ നമുക്ക് സീറ്റ് പിടിക്കാൻ സാധിച്ചു. നമ്മൾ ബുക്ക് ചെയ്ത സീറ്റ് തന്നെ വേഗം കണ്ടുപിടിച്ച് അതിനകത്ത് നമ്മൾ ഇരുന്നു. ശനിയാഴ്ച 12:05 തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കൃത്യം ടൈമിംഗ് തന്നെ ആയിരുന്നു. അവിടുന്ന് യാത്ര അങ്ങനെ പുറപ്പെട്ടു. ഈ യാത്രയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ റൂട്ട് തന്നെയാണ്. ഇതിൻ്റെ സൈഡിൽ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ, പ്രകൃതി ഭംഗിയുള്ള ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ എന്താ പറയുക, വളരെ ഭംഗിയായിരുന്നു. നമുക്ക് അവിടെ ഇരുട്ടുന്നവരെയൊക്കെ കാണാൻ നല്ല കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. ദൂരെ കണ്ടോ, നല്ല ഭംഗിയുള്ള മലനിരകളും നല്ല അടിപൊളി വിഷ്വൽസ് ആയിരുന്നു കിട്ടിയത്. അടിപൊളി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതിനേക്കാളും അടിപൊളിയായിരുന്നു ആ വിഷ്വൽസ്. ഈ യാത്രയിൽ വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, 2-3 തുരങ്കങ്ങളിലൂടെ ആയിരുന്നു നമ്മുടെ യാത്ര. അതിൽ ആദ്യത്തെ തുരങ്കത്തിലാണ് നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത്. കണ്ടോട്ടോ, ഫുള്ള് കാണണേ. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ ആ ഒരു ഭംഗി കണ്ടോ. ഇരുട്ടി തുടങ്ങിയതിനാൽ കൂടുതൽ വിഷ്വൽസ് ഒന്നും എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. കാരണം ഈ വഴിയിലാണ് നമ്മുടെ സിനിമകളിലൊക്കെ കാണുന്ന 13 തൂണിൻ്റെ പാലം ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. ഇത് നമ്മുടെ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ. തിരിച്ച് ഇവിടുന്ന് കേട്ടോ ട്രെയിന് നമുക്ക് ഇങ്ങോട്ട് വരാൻ. ട്രെയിൻ ഇറങ്ങി നമ്മൾ ഓവർ ബ്രിഡ്ജ് കയറി അപ്പുറത്ത് കടന്നു. നേരെ റെയിൽവേ സ്റ്റേഷനിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ഓട്ടോക്കാരൊക്കെ ഭയങ്കര അന്യായ ചാർജാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ നമ്മുടെ വേളാങ്കണ്ണി പള്ളിയിലേക്ക്. അപ്പോൾ ഞങ്ങൾ നടക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ നടന്നു. പെട്ടെന്ന് തന്നെ വേളാങ്കണ്ണി പള്ളിയുടെ അടുത്തേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചു. അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി പള്ളിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. അതാണ് വേളാങ്കണ്ണി പള്ളി. രാത്രിയിൽ ഇങ്ങനെ ഭംഗിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. കാലത്ത് നമ്മൾ മസാല ദോശയാണ് കേട്ടോ കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റി മസാല ദോശയായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ കുർബാന കൂടുവാനായിട്ട് മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിലാണ് പോയത്. മലയാളം കുർബാന അവിടെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ആയതുകൊണ്ട് കുർബാന കൂടുവാനായി പോവുകയാണ്. മോർണിംഗ് സ്റ്റാർ പള്ളി കുറച്ച് ദൂരെയാണ്, കുറച്ച് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ. പക്ഷേ അങ്ങോട്ട് ഇത്തിരി ദൂരമുണ്ട്, അങ്ങോട്ട് നടക്കുകയാണ് നമ്മൾ. വേളാങ്കണ്ണി പള്ളിയുടെ മുമ്പിൽ കൂടെ തന്നെ കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ആ വേളാങ്കണ്ണി പള്ളിയുടെ വിഷ്വൽസാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ടായിരുന്നു. കാരണം അടുത്ത് തന്നെ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ തിരക്ക് കൂടും. അവിടെ ഓൾറെഡി പള്ളി അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ ഡെക്കറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, ഇലുമിനേഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളത് കണ്ട് നേരെ മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ സുപ്രസിദ്ധമായിട്ടൊരു ക്രിസ്തുവിൻ്റെ ഒരു അടിപൊളി സ്റ്റാച്ചു ഉണ്ട്. എന്താ ഭംഗിയല്ലേ, എന്ത് ഉയരമാണെന്നറിയാമോ. അതിൻ്റെ ഒരു വിഷ്വൽസൊക്കെ നമ്മളെടുത്തു. നമ്മൾ മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിലെത്തി. അവിടുന്ന് നമ്മൾ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. അകത്തേക്ക് കയറാൻ പോവാണ്. മോർണിംഗ് സ്റ്റാറിൻ്റെ മുൻവശം നമ്മൾ കാണിക്കുവാണ്. ഇതാണ് ശരിക്കും മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ ആ ദേവാലയത്തിൻ്റെ മുൻവശം. നമ്മൾ വരുന്നത് സൈഡിൽ കൂടെയാണ് വന്ന് കയറുന്നത്. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള അതിൻ്റെ മുൻവശത്തെ വിഷ്വൽസ്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇവിടെ അറ്റകുറ്റപ്പണികൾ പെയിൻറ്റിങ് വർക്ക് നടക്കുന്ന കാരണം കൊണ്ട് കുർബാന പുറത്തായിരുന്നു. ഈ വർഷം നമുക്ക് കുർബാന പള്ളിക്കകത്ത് തന്നെ കൂടുവാൻ സാധിച്ചു.
അതിൻ്റെ കൂടുതൽ വിഷ്വൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പള്ളിയുടെ അകത്തേക്ക് ഇപ്പോൾ പോകാം. അതിന് മുമ്പ് വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഞാൻ വേറൊരു സംഭവം, ദേവാലയത്തിനകത്ത് സാമാന്യം തിരക്കുണ്ടായിരുന്നു. കുർബാന ഏകദേശം കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും പിന്നെ എല്ലാവരും അവിടെ തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു. ഞാനും നടയുടെ അടുത്തേക്ക് പോയിട്ട് കൂടുതൽ വിഷ്വൽസ് ലഭിക്കുന്നതിനായിട്ട് നടയുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. സത്യം പറയാമല്ലോ, ഇവിടുത്തെ ആൾക്കാരെ കാണാൻ വളരെയധികം ഭംഗിയാണ് കേട്ടോ. നല്ല ചിത്രപ്പണികളും മറ്റുമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ആൾക്കാരെയാണ്. വളരെയധികം ഭംഗിയായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഓക്കെ, വേളാങ്കണ്ണി അമ്മയുടെ രൂപം തന്നെയാണ് ആ നടയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കുർബാന കഴിഞ്ഞ് വേളാങ്കണ്ണി അമ്മയുടെ രൂപത്തിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നടയുടെ മുമ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാനും നടയുടെ അടുത്ത് പോയിട്ട് കൂടുതൽ ദൃശ്യങ്ങൾ പകർത്തുകയുണ്ടായിരുന്നു. നല്ല ഭംഗിയല്ലേ കാണാൻ. ചെറിയ ചെറിയ ഷോർട്സുകളായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ആ വിഷ്വൽസ് കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ പോയത് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ വേളാങ്കണ്ണി പള്ളിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങോട്ട് നടക്കാൻ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരത്തിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേളാങ്കണ്ണി പള്ളിയുടെ പുറകിലൂടെ ഞങ്ങൾ നടന്നു. ഞങ്ങൾക്ക് ബീച്ചിൻ്റെ സൈഡിൽ നിന്നാണ് റൂം ഉണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ വേളാങ്കണ്ണി പള്ളി. ഇപ്പോൾ ഇലുമിനേഷൻ വർക്കുകൾ നടക്കുന്നതുകൊണ്ടാണ് ഈ ഫ്രെയിംസൊക്കെ ആഡ് ചെയ്തേക്കുന്നത്. കാരണം അടുത്ത പെരുന്നാൾ വരികയാണല്ലോ. അതിനുശേഷം ഞങ്ങൾ എന്താ പറയുക, പിന്നീട് ഞങ്ങൾ പോയത് കുർബാന സമർപ്പണത്തിന് എഴുതിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് കുർബാനയ്ക്ക് ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് കുർബാനയ്ക്ക് പണം കൊടുത്ത് നമുക്ക് കുർബാന അർപ്പിക്കാനുള്ള അവസരമുണ്ട്. അപ്പം ആ ഒരു ആവശ്യത്തിലേക്ക് നമ്മൾ പോയതാണ്. അങ്ങനെ അതിനൊരു ഫോമുണ്ട്. ആ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കൗണ്ടറിൽ കൊടുക്കുകയാണെങ്കിൽ അവരത് നോട്ട് ചെയ്ത് എഴുതി വെച്ച് ആ ദിവസത്തെ കുർബാനയിൽ നമ്മുടെ നിയോഗം സമർപ്പിച്ച് ആ കുർബാന സമർപ്പിക്കുന്നതായിരിക്കും. ഇതാണ് ആ ഫോം. ഇത് ഫില്ല് ചെയ്ത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. പൂരിപ്പിച്ച ഫോം നമ്മൾ കൗണ്ടറിൽ കൊടുത്ത് പൈസ അടച്ചു കഴിഞ്ഞാൽ അവരത് സ്വീകരിക്കും. അതിനുശേഷം ആ പറയുന്ന കുർബാന അവർ കറക്റ്റ് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഒരു കുർബാന അവിടെ തമിഴ് കുർബാന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ കാണിക്കുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യം പോയിട്ടും മുകളിലത്തെ നിലയിലുള്ള പള്ളിയിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേളാങ്കണ്ണി പള്ളിയുടെ മുകളിൽ 2 നിലയാണ്. മുകളിലത്തെ നിലയിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് മുകളിലത്തെ നിലയിൽ പോകണമെന്ന് തീരുമാനിച്ചു. അകത്തെ പള്ളിയുടെ അകത്തേക്ക് കയറുകയാണ്. ഇതാണ് കേട്ടോ പള്ളിയുടെ ഉൾവശം. പണ്ട് ഇവിടെയാണ് മലയാളം കുർബാന നടന്നിരുന്നത്. നേരത്തെ ഇവിടുന്ന് പിന്നെ ഇപ്പോൾ മോർണിംഗ് സ്റ്റാർ ചർച്ചിലേക്ക് കുർബാന മാറ്റിയതാണ്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ എടുത്ത് മാറ്റി അവിടെ താഴെ മ്യൂസിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെയും വേളാങ്കണ്ണി അമ്മയുടെ നല്ലൊരു സുന്ദരമായ രൂപം വെച്ചിട്ടുണ്ട് കേട്ടോ നടയിൽ. അവിടുന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിപ്പോയത് മറ്റൊരു ദേവാലയത്തിലേക്കാണ്. അവിടെയാണ് നമ്മുടെ അത്ഭുത കിണറൊക്കെ ഉള്ളത്. വേളാങ്കണ്ണി അമ്മയുടെ രൂപം കാണാവുന്ന അത്ഭുത കിണറൊക്കെ ഉള്ളത്. അവിടേക്കാണ് നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ മുട്ടിലിഴഞ്ഞുള്ള ഒരു നേർച്ച നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ മുട്ടിലിഴഞ്ഞ് നമ്മൾ ആ പള്ളി വരെ മുട്ടിലിഴഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അനേകം പേര് ആ മുട്ടിലിഴഞ്ഞുള്ള നേർച്ച നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ആ പള്ളി. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെയും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇത് നമ്മുടെ പള്ളിയുടെ ഉൾവശമാണ്. പള്ളിയുടെ ഉൾവശത്ത് പണ്ട് ആട്ടിടയനായ ബാലന് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഒരു രൂപമാണ് നമ്മുടെ നടയിൽ കൊടുത്തിരിക്കുന്നത്. ആ അത്ഭുതത്തിൻ്റെ ഒരു പള്ളിയാണിത്.
ഇതാണ് ആ അത്ഭുത കിണർ. ഈ കിണറ്റിലൂടെ നോക്കി അതിൻ്റെ മുകളിലൊരു ഇതുണ്ട്, അതുവഴി നോക്കി കഴിഞ്ഞാൽ അടിയിൽ മാതാവിൻ്റെ രൂപം കാണാൻ സാധിക്കും. അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി നേരെ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് നടക്കുകയാണ്. അതും വേളാങ്കണ്ണിപ്പള്ളിയുടെ മുമ്പിലൂടെ തന്നെയാണ് നമ്മൾ തിരിച്ച് പോകുന്നത്. ഇപ്പോൾ ഏകദേശം നല്ലൊരു ഇരുട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇരുട്ടിൽ തുടങ്ങുന്ന ആ ഒരു സമയത്തുള്ള വിഷ്വൽസാണിത്. വേളാങ്കണ്ണിപ്പള്ളിയുടെ മുമ്പിലൂടെ കയറി നമ്മളിപ്പോൾ സൈഡിലൂടെ നടന്ന് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോഴും കുർബാന അവിടെ നടക്കുന്നുണ്ട്. ആ കുർബാനയുടെ ദൃശ്യങ്ങളും ഇവിടുത്തെ അൾത്താരയുമാണ് ഈ കാണുന്നത്. ഈ അൾത്താരയുടെ ക്ലോസ് ആയിട്ടുള്ള വിഷ്വൽസ് എടുക്കാൻ പറ്റത്തില്ല, നമുക്കകത്ത് മൊബൈൽ അലൗഡ് അല്ല. അതുകൊണ്ട് കൂടുതൽ അടുത്തുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ മാതാവിൻ്റെ പ്രദക്ഷിണം പോകുന്ന വഴി, അതായത് നമ്മുടെ ബീച്ചിലേക്കുള്ള വഴിയിലൂടെ ഞങ്ങൾ ബീച്ച് വരെ ഒന്ന് നടന്നിട്ട് വന്നു. എന്തോരം കടകളാണ്, നല്ല തിരക്കും, അത്യാവശ്യം തിരക്കുണ്ട്. നേരെ ബീച്ചിൽ പോയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോകുന്നു. പിറ്റേ ദിവസം റൂമിൽ നിന്ന് കാലത്ത് എഴുന്നേറ്റിട്ട് നമ്മൾ അവിടുത്തെ നിയറസ്റ്റ് ബീച്ചിലേക്കൊന്ന് പോയായിരുന്നു. അപ്പോൾ അവിടെ മത്സ്യബന്ധനമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് പേര് ബോട്ടൊക്കെ കയറ്റാനുള്ള ശ്രമത്തിലാണ്. പിന്നെ മീൻ വിൽക്കണ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വരെ ഒന്ന് പോയതാണ്. നമുക്ക് മീൻ മേടിക്കാൻ സാധ്യമല്ല, കാരണം വെച്ച് കഴിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ വിഷ്വൽസ് ഒന്ന് എടുത്തിട്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ പോരുകയുണ്ടായി. ഇതാണ് അവർ ഫിഷിങ് കഴിഞ്ഞിട്ട് ബോട്ട് തിരിച്ച് കയറ്റുകയാണ്. അത്യാവശ്യം ചെറിയൊരു തിരക്ക് ഇവിടെയുമുണ്ട്. ഇത് ചെറിയൊരു മീൻ കച്ചവടം നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. മീൻ കൊണ്ടടുപ്പിച്ച് ഇവിടെ വെച്ച് തന്നെ മീൻ കച്ചവടം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ അവർ മീൻ കട്ട് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. അത് മേടിക്കാനുള്ള ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അത്ര വലിയ തിരക്കൊന്നും ആയി തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് തിരിച്ചു പോന്നു. ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിച്ച വീട്. ഇതുപോലുള്ള ചെറിയ വീടുകളും നമുക്ക് വലിയ വലിയ അപ്പാർട്ട്മെൻറ്റ്സുകളൊക്കെ വാടകയ്ക്ക് കിട്ടും. പിന്നെ മലയാളികൾക്ക് നമുക്ക് നല്ല മട്ട റൈസിൽ നല്ല അടിപൊളി ചോറും കറിയും ഉണ്ടായിരുന്നു, സദ്യ. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ് കഴിച്ചു. അതിനടുത്ത് തന്നെ ഒരു നല്ല ഹോട്ടൽ, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള. ശനിയാഴ്ച വന്ന് ഞങ്ങൾ തിങ്കളാഴ്ച തിരിച്ചു പോവുകയാണ്. വൈകുന്നേരം 5 മണിക്കാണ് ട്രെയിന്. അപ്പോൾ നമുക്ക് നാഗപട്ടണം നിന്നാണ് ട്രെയിനുള്ളത്. അപ്പോൾ നാഗപട്ടണത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ബസ്സിൽ കയറിയാണ് പോകുന്നത്. ഓട്ടോ ടാക്സിക്കൊക്കെ നല്ല റേറ്റ് ആയതുകൊണ്ട് ബസ്സിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. 15 രൂപയാണ് ചാർജ്. ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമ്മൾ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാണ് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ്, പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. കാരണം പ്ലാറ്റ്ഫോം കുറച്ച് സ്ഥലത്ത് മാത്രമാണ് നമുക്ക് ഷെഡോ കാര്യങ്ങളോ ഉള്ളത്. പിന്നെ അതിന് ശേഷമൊക്കെ ഓപ്പണാണ്. വെയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുള്ളായിട്ടും വെയിലത്ത് തന്നെ നിൽക്കേണ്ടി വരും. അവിടെ ചെറിയ ചെറിയ ഒരു തണലുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ട്രെയിനാണെങ്കിൽ ഇതേ വന്നു കേട്ടോ. കറക്റ്റ് 5:02 ട്രെയിൻ വന്നു. ഇത് നേരെ നമ്മുടെ എറണാകുളം സൗത്ത് വരെയാണ് പോകുന്നത്. നമ്മൾ വന്ന ട്രെയിനാണെങ്കിൽ വന്നതിൻ്റെ ഇപ്പം ഞായറാഴ്ച കാലത്തെത്തിയാൽ ഞായറാഴ്ച വൈകുന്നേരം തന്നെ തിരിച്ചു പോരുന്നതുകൊണ്ടാണ് നമ്മൾ വേറെ ട്രെയിൻ ബുക്ക് ചെയ്തത്. ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്തത്. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും വയലുകളടങ്ങിയ കുറേ നല്ല വിഷ്വൽസൊക്കെ കിട്ടിയായിരുന്നു. നമ്മളെന്തായാലും നല്ലൊരു യാത്രയായിരുന്നു നമുക്ക്. തിരിച്ച് നമ്മുടെ ട്രെയിന് സൗത്ത് വരെയാണ് ഉള്ളത്. പക്ഷേ നമുക്ക് നോർത്തിന് സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് നോർത്തിൽ ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചു.
ഇപ്പോൾ നോർത്ത് സ്റ്റേഷനോട് അടുക്കുകയാണ്. അപ്പം നോർത്ത് സ്റ്റേഷൻ ആകാറാവുന്നതിൻ്റെ വിഷ്വൽസാണ്. നോർത്ത് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നേരെ ബസ് പിടിക്കാൻ എളുപ്പമായതുകൊണ്ടാണ് നോർത്ത് സ്റ്റേഷനിൽ തന്നെ ഇറങ്ങാൻ തീരുമാനിച്ചത്. എന്തായാലും അടിപൊളി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ വലിയ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ പോകുമ്പം കുറേയധികം കാശുകൾ എക്സ്പെൻസ് ആകുമെങ്കിലും ഇത് വെറും 300 ചില്ലാൻ രൂപയുള്ളൂ വൺ സൈഡ് നമുക്ക് ട്രെയിൻ യാത്രയ്ക്ക്. പിന്നെ റൂമിനൊരു സീസൺ അനുസരിച്ചിട്ട് 1000, 1500, 2000 ഒക്കെ റേറ്റ് ഉണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമുകൾ ലഭിക്കും. പിന്നെ നമുക്ക് തിരിച്ച് ഇതുപോലെ തന്നെ റിസർവ് ചെയ്ത് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ടിക്കറ്റ് റിസർവ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് അടിയിലുള്ള ബർത്തുകൾ നമ്മൾ റിസർവേഷൻ ചെയ്യുമ്പോൾ തന്നെ റിക്വസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.